ഹലോ. കായലിലേക്ക് നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അയ്യോ ഇന്ന് വൈകിട്ടത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കുട്ടികളിപ്പോൾ വരുമെന്ന് ആലോചിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് കാടമുട്ട ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി പുഴുങ്ങാൻ വെച്ച്. അപ്പോഴാണ് ഓർത്തത് രാവിലെ ഫ്രിഡ്ജിൽ അപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവിരിപ്പുണ്ട്, വേഗം അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പഴവും മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ പഴമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ തോട് പൊളിക്കാൻ നിന്ന്. ഇത് ഇത്തിരി ക്ഷമ നശിച്ച പരിപാടിയാണ് കേട്ടോ, എന്നാലും ഞാനതൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ആ മാവിലേക്ക് കുറച്ച് നെയ്യൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ആറിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സൈഡിലും അതിനകത്തുമൊക്കെ നന്നായിട്ട് നെയ്യ് പുരട്ടിയിട്ട് അതൊന്ന് ചൂടാകാൻ വെച്ചു. ആ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ്, കലക്കി വെച്ച മാവ് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ അപ്പമൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴാണ്ട് ഓർത്തത് ഇതിന് ഭംഗി കൂട്ടാൻ എന്താണ് വെക്കുക എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു പഴം എടുത്തിട്ട് ഞാനതൊക്കെ അരിഞ്ഞ് അതൊക്കെ ഭംഗി കൂട്ടാനായിട്ടൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കുട്ടികളത്തിൽ നിന്ന് എടുക്കൽ ഇത്തിരി ടാസ്ക് ആയിരുന്നു, വേറൊന്നും കൊണ്ടല്ല, ചൂടായതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഇത്തിരി പണിപ്പെട്ട് അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ അപ്പമൊക്കെ മുറിച്ച് റെഡിയാക്കിയൊക്കെ വെച്ചു. അപ്പോഴേക്കും എൻ്റെ കുട്ടികളൊക്കെ എത്തിയായിരുന്നേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ 4 മണി പലഹാരങ്ങൾ. അപ്പം നല്ല സോഫ്റ്റാണ്. ഇനി ആരും ബാക്കി വന്ന മാവ് കളയണ്ട കേട്ടോ.